വെൽക്കം ബാക്ക് ടു സുഭാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 8 to ഉച്ചവരെ നമ്മുടെ രാവിലത്തെ കലാപരിപാടികളാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെ എന്തൊക്കെയാണ് എൻ്റെ ജോലികൾ, എൻ്റെ പരിപാടികൾ എന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ അടുക്കള പണികൾ ഞാൻ ഒതുക്കിയിട്ട് വസുവിനെ റെഡിയാക്കുകയാണ് കേട്ടോ. വസുവിനെ കുളിപ്പിച്ചു, വസുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ വസുവിന് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കുന്നത്. വസുവിനെ റെഡിയാക്കിയതിന് ശേഷം അടുത്ത് പോയത് ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് പാക്ക് ചെയ്യാണ്. അപ്പോൾ വസുവിനെ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ വസുവിന് കറി വേണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവന് ഞാൻ കറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കറി കേട്ടോ. അങ്ങനെ അപ്പം ഇവൻ കണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും അവൻ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായി. കണ്ടിരുന്നേ അവൻ ബഹളം ഉണ്ടാക്കിയാന്. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചക്കവറ്റൽ. അപ്പം അതും സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ ബിസ്ക്കറ്റും കൂടി വെച്ചിട്ടുണ്ട്. വസു ഫ്രൂട്ട്സ് ഒട്ടുമേ കഴിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് വേറെ സ്കൂളിൽ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാറില്ല, കൊടുത്തു വിടാൻ പാടില്ല. പിന്നെ ഈ വസു മറ്റേ ഫ്രൂട്ട്സ് കൊണ്ടുപോയാൽ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ വറ്റലോ ബിസ്ക്കറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കാറ്. അങ്ങനെ 2 പേരുടെ ലഞ്ചും പാക്ക് ചെയ്തു ലഞ്ച് ബാഗിൽ. അപ്പോഴേട്ടൻ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് വസുവിന് ഞാൻ ഷൂസ് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഓടി വന്ന് ഷൂസ് ഇട്ട് കൊടുത്തു. ഷൂസ് ഇട്ട് കൊടുത്ത സമയത്ത് കുറച്ച് ഉപദേശങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അവൻ എന്നെ അതെന്തോന്ന് ഇതെന്തോന്ന് അവൻ തിരിച്ച് കുറേ ക്വസ്റ്റ്യൻസും വരും. ഈ കൊച്ചു കുട്ടികളുടെ കാര്യമാണ്. എല്ലാ മക്കളും അങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു തിരിച്ച് 100 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് ശേഷം ഞാൻ പോയി കുറച്ചല്ലല്ലോ ചന്ദനക്കുറിയൂടെ അവന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കാറ്. പിന്നെ രാവിലത്തെ ഒരു റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട് മരുന്ന് കൊടുപ്പും. രാത്രി എന്നും ചുമയുണ്ട്. ഒരു കഫ് സിറപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നാസിൽ സ്പ്രേയും ചെയ്യും കേട്ടോ എല്ലാ ദിവസവും. പിന്നെ ഒരുവിധം 2 പേരെയും പിടിച്ച് പുറത്തിറക്കി പോവാനായിട്ടുള്ള പുറപ്പാടിലാണ്. ഇപ്പോൾ വസുവിന് കുറച്ച് ദിവസം കൊണ്ട് ചെറിയൊരു മടിയുണ്ട് സ്കൂളിൽ പോകാൻ. ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ കുഴപ്പമില്ല. സ്കൂളിൽ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴാണ് അച്ഛൻ ക്ലാസ്സിൽ കൊണ്ടുവിടണം, എൻ്റെ മാത്സ് ബുക്കുണ്ടോ ഇംഗ്ലീഷ് ബുക്കുണ്ടോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ പോവുള്ളൂ. അത് അന്ന് ആ ടൈം ടേബിൾ ആ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കരച്ചിലൊക്കെ കാഴ്ചവെച്ചിട്ടാണ് ആൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ കരയാൻ പാടില്ല, അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വിട്ടത്. അങ്ങനെ ഒരുവിധം അച്ഛനും മകനും സ്കൂളിലേക്കും ബാങ്കിലേക്കും പോയി. പിന്നെ ഞാൻ ഗേറ്റ് പൂട്ടുട്ടോ ഇവർ പോയതിന് ശേഷം. അടുത്ത വീട്ടിലൊക്കെ ആളുണ്ടെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കും. പിന്നെ തിരിച്ചു വന്ന് ഈ ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ ആ 9 to 5 അല്ല 9 to 6 ആ ഒരു ടൈമുകളിൽ നമ്മുടെ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ 24/7 നമ്മൾ കിടന്നുറങ്ങുന്ന സമയമില്ലാണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പലവരും ചോദിക്കാറുണ്ട്, ജോലിക്ക് പോകുന്നില്ലേ, എന്താ ജോലിക്ക് പോകാത്തത്? എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എൻ്റെ മോനാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ അവനെ ഡേ കെയറിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് പോവാം. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത്. അല്ലാണ്ട് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അവൻ്റെ കാര്യം എനിക്ക് നോക്കിയിട്ട് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ എനിക്ക്. പക്ഷെ അല്ലാണ്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, കുട്ടികളെ ഡേ കെയറിൽ വിട്ടിട്ട്. എനിക്ക് അവരുടെ റെസ്പെക്റ്റ് മാത്രമല്ല, പക്ഷെ എന്നെ പുച്ഛിക്കുന്നവരുടെ അടുത്ത് എനിക്ക് തിരിച്ച് പുച്ഛം മാത്രം, വെറും പുച്ഛം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ജോലി. ഇപ്പോൾ വീട്ടിൽ പിന്നെ ബാക്കി കയറി വന്നിട്ട് വസുവിൻ്റെ റൂം ക്ലിയർ ചെയ്യാണ് കേട്ടോ. അതായത് സ്റ്റഡി ടേബിളിൽ എന്നും കാണും കുറേ സ്കെച്ച് പെന്ന്, വാട്ടർ കളറ്, പിന്നെന്താണ് മറ്റേ ക്ലേ, ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ വാരി പെറുക്കി കൂട്ടി വെക്കുകയാണ്. വാട്ടർ കളറാണെങ്കിൽ മൊത്തം അടിച്ച് അത്രയും നാശക്കൊട്ടയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെയൊക്കെ തുടച്ച് പെറുക്കിയെടുക്കാതെ എനിക്കൊരു സമാധാനം വരില്ല. പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് വസുവിൻ്റെ ആ ഒരു സ്റ്റഡി ടേബിൾ ഞാൻ ക്ലിയർ ചെയ്യും. കാരണം പഠിക്കുന്ന സ്ഥലമല്ലേ, അതിങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പഠിക്കുന്ന സ്ഥലമെന്നല്ല, പിന്നെ എവിടെയെങ്കിലും എനിക്ക് വയ്യെങ്കിൽ മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതിട്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ മാക്സിമം വീട് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാൻ താല്പര്യപ്പെടുന്ന
ഒരു കൈൻഡ് ഓഫ് പേഴ്സണാണ്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ വലിച്ചു വാരി അതും ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വസുൻ്റെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി. പിന്നെ ഞാൻ പോയതും നമ്മുടെ ഡൈനിങ് ടേബിളോടെ തുടച്ചിടാം. കാരണം അല്ലെങ്കിൽ ഭയങ്കര കുറ്റിച്ചാണ് കേട്ടോ. അടുക്കളയിലാണെങ്കിലും ശരി, ഇവിടെയാണെങ്കിലും ശരി, എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ പൊടി എവിടെയെങ്കിലും കിടന്നിട്ടുണ്ട് ഭയങ്കര കുറ്റിച്ച് വരും. പിന്നെ അവിടെയും തുടച്ച് വൃത്തിയാക്കി. പിന്നെ നേരെ പോയത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം എപ്പോഴും നമ്മൾ നീറ്റായിട്ടിടണം. കാരണം നമ്മൾ കിടക്കുന്ന സ്ഥലം എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ കട്ടിൽ കണ്ട് നമുക്ക് കിടക്കാമെന്നാണ്. അല്ലാണ്ട് ഈ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു സുഖകരമല്ല. പിന്നെ ഈ ബീം ബാഗ് നമ്മളെപ്പോഴും ഈ സൈഡിൽ വെച്ചിരിക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ ബസ് സൈഡിലാണ് കിടക്കുന്നത്. ബസ്സിൻ്റെ നടുക്ക് കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല. അപ്പോൾ ഇവനെങ്ങാനും ഈ സൈഡിൽ നിന്ന് ഉരുണ്ട് പോയാലോ എന്ന് വിചാരിച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ആ കട്ടിലിനെ വെക്കേണ്ട ഒരു സാധനമുണ്ട്, ഇതുവരെ വെക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നെങ്കിലും വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ബെഡും ക്ലിയർ ചെയ്തതിന് ശേഷം നേരെ വന്നത് അടുക്കളയിൽ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെയല്ലേ ഇത്തിരി കുഞ്ഞു ജോലികൾ കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയത്. പിന്നെ എൻ്റെ പുതിയ ബോട്ടിലിൻ്റെ പ്രഹസനമൊന്നുമല്ല കേട്ടോ. ഞാൻ വെള്ളം കൂടി പൊതുവേ കുറവായതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ്, ഇങ്ങനെ വെച്ചാൽ ഞാൻ കുടിക്കും കാണുമ്പോഴും. അങ്ങനെ ആ ബോട്ടിൽ നിറച്ചു. നമ്മൾ ബോട്ടിൽ നിറച്ച് ഞാനിങ്ങനെ വെച്ചിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും പിന്നെ ഒരു ചായയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ പരുവത്തിൽ കിടന്ന അടുക്കളയെ ഞാൻ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. കാണുമ്പം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടുള്ള മാറ്റമാണെങ്കിലും അതൊരു വലിയൊരു ടാസ്ക്കാണ്. പിന്നീടുള്ളതാണ് തുണി മടക്കുക. 2 ദിവസത്തെ തുണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബസുൻ്റെ കട്ടിൽ കിടക്കാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ ഇവിടെയാണ് എൻ്റെ തുണി കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് തുണി കഴുകുക, തുണി മടക്കുക. പക്ഷെ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്, കാരണം ഞാൻ ചെയ്യാതെ വേറെ ആരും ചെയ്യില്ല. അങ്ങനെ വന്ന് തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ അങ്കിളെ വിളിച്ചിട്ട് എനിക്ക് ഈ ഒരു ഐറ്റം തന്നത്. ഇത്ര മധുരം കഴിക്കണ്ട എന്ന് വിചാരിച്ചാലും ചില സമയത്ത് നമുക്ക് പറ്റാറില്ല. അങ്ങനെ തേങ്ങ മുട്ടായിട്ടോ. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെയുള്ള തുണിയൊക്കെ മടക്കിയതിന് ശേഷം ബാക്കി ഇന്നലെ തുണി തോരാനിട്ടിരുന്നതിനൊക്കെ പോയി ഉണങ്ങിയോ നോക്കി അതിനൊക്കെ പെറുക്കി. പിന്നെ ബാക്കി മെഷീനിൽ കിടന്നതിനെ വീണ്ടും കൊണ്ട് വിരിച്ചു. ഞാൻ എല്ലാ ദിവസവും തുണി നനയ്ക്കാറില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കൂടി വരണേന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. എനിവേസ് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പണി ഞാൻ തന്നെയാണ് ചെയ്യണതും. എന്നാലും അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ചോറ് കഴിക്കാനുള്ള ടൈമായിട്ടോ. ചോറിന് ഞാനൊരു മുട്ട തോരൻ കൂടി ആക്കിയിട്ടുണ്ട്, കാരണം മീനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വന്നു. കുറച്ച് മുട്ടയും 2 മുട്ടയും കുറച്ച് സവാള, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊരു മുട്ടത്തോരൻ. ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച്. മുട്ടത്തോരനും ഇന്നലത്തെ മീൻ തോരൻ, മറ്റേ നത്തോലി മീൻ, പിന്നെ രസവട. എനിക്ക് ഭയങ്കര രസവട ഫാനൊന്നും അല്ല, പക്ഷെ ഇത് നല്ലൊരു രസവടയായിരുന്നു കേട്ടോ, നല്ല കുറുകിയ രസമായിട്ട്. അങ്ങനെ വന്ന് ലഞ്ച് കഴിക്കണം കേട്ടോ. ലഞ്ചിൻ്റെ കൂടി ഫോൺ എന്തിനാന്ന് വെച്ചാൽ പഴയ എന്തെങ്കിലും സിനിമയും കൂടെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ലഞ്ച് കഴിക്കാറ്. അങ്ങനെ എൻ്റെ ഡേ ഇത്രയൊക്കെയല്ല, എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയും ബാക്കി എടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ലെങ്ത് ആയിപ്പോകും വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.